ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സാലഡിൻ്റെ റെസിപ്പി ആയിട്ടാണ് നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത്. ഈ ഒരു സാലഡ് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് എൻ്റെ ഉമ്മച്ചിയാണ്. ഉമ്മച്ചി എന്ന് പറയുമ്പോൾ ഉമ്മയുടെ ഉമ്മ കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സാലഡാണ്. അതുപോലെ തന്നെ ദഹനപ്രക്രിയക്കൊക്കെ ഈസി ആക്കാൻ വേണ്ടിയിട്ടുള്ള സൂപ്പർ സാലഡാണ്. വെറുതെ ഇരുന്ന് കഴിച്ച് പോകാൻ പറ്റുന്ന, ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റുന്ന ഒരു സാലഡാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ബൗളെടുക്കുക. പിന്നെ മെയിനായിട്ട് വേണ്ടിയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് എന്താണെന്ന് വെച്ചാൽ വാഴപ്പിണ്ടിയാണ്. അത് വളരെ നൈസായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക, ഇതുപോലെ അരിഞ്ഞെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 കപ്പ് വാഴപ്പിണ്ടിയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ഐറ്റം വെച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത് ദഹനത്തിനൊക്കെ ബെസ്റ്റാണെന്ന്. അപ്പോൾ അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നീട് നമുക്കതിലേക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. ഞാൻ ഒരു തണ്ട് കറിവേപ്പില, അതും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്രയാണ് വേണ്ടത് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ ഒരു ചെറിയൊരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്തിട്ടുണ്ട്. അപ്പോൾ പച്ചമുളകിന് പകരം നിങ്ങൾക്ക് എരിവിന് വേണമെങ്കിൽ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് കടുക് പൊട്ടി ഇങ്ങനെ ചതക്കൂല, നമ്മൾ അമ്മിക്കല്ലിലിട്ട് ചതച്ചത്, അതുപോലെ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണാണ്. പിന്നെ അതിലേക്കൊരു 1/2 കപ്പ് തൈരാണ് ചേർക്കുന്നത്. കടുക് അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്രയും ഇൻഗ്രീഡിയൻസ് മതി നമ്മുടെ ഈ ഒരു സാലഡിന് വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വെറുതെ ഇരുന്ന് ഇങ്ങനെ കഴിക്കാൻ പറ്റുന്ന ഒരു സാലഡാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. പച്ചക്ക് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എരിവിന് ഞാൻ പറഞ്ഞ പോലെ പച്ചമുളക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, പച്ചമുളക് കിട്ടിയിട്ടില്ല, പച്ചമുളക് വേണ്ട എന്നുള്ളവർക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അങ്ങനെയായാലും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സാലഡാണ്. വെറുതെ അങ്ങനെ ഇരുന്ന് കഴിച്ച് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സാലഡാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ഒരു വാഴപ്പിണ്ടിയൊക്കെ കിട്ടുന്ന സമയത്ത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക്